തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ബി.ജെ.പിയുടെ അടിപതറിയതോടെ രാഹുൽ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ടാണ്. അത് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം. ഒരു ഉറച്ച നേതാവിന്റെ ഊർജവും നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ സംസാരത്തിലുടനീളം നിഴലിച്ചിരുന്നു. മോദിയെയും കൂട്ടരെയും അങ്ങനെയൊന്നും വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ആവർത്തിച്ച് പറയുന്നത് പോലെ. ഓഹരി വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ എൻ.ഡി.എ സർക്കാർ നടത്തിയതെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയ മുതിർന്ന ബി.ജെ.പി നേതാക്കൾക്കും പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ ആരോപണം. ചരിത്രത്തിൽ ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പ്രസ്താവന നടത്തുന്നത്. എന്തിനാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിക്ഷേപകർക്ക് നിക്ഷേപ ഉപദേശം നൽകിയത്? ഓഹരികൾ കുതിച്ചുയരുമെന്നും റെക്കോർഡ് നേട്ടമുണ്ടാക്കുമെന്നും പറഞ്ഞ് ജൂൺ 4 മുമ്പായി വൻതോതിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ ആഹ്വാനം ചെയ്തു. 5 കോടി കുടുംബങ്ങളോടാണ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടത്. വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ ഓഹരി വിപണി ഉയർന്നു. എന്നാൽ ജൂൺ 4 ഫലം വന്നതിന് പിന്നാലെ വിപണി ഇടിഞ്ഞു. ചെറുകിട നിക്ഷേപകർക്ക് 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി. എക്സിറ്റ് പോളുകൾ വ്യാജമാണെന്ന് ബി.ജെ.പി നേതാക്കൾക്ക് അറിയാമായിരുന്നു. ബി.ജെ.പി നേതാക്കളും എക്സിറ്റ് പോൾ നടത്തിയവരും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. ജൂൺ 4 ഓഹരി വിപണിയിലുണ്ടായ തകർച്ചയിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അദാനി വിഷയത്തെക്കാൾ വലിയ പ്രശ്നമാണിതെന്നാണ് രാഹുൽ പറയുന്നത്. അദാനി വിവാദവുമായി ഇതിന് ബന്ധമുണ്ട്. യഥാർത്ഥ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സ്വന്തം ഡാറ്റയും ഇന്റലിജൻസ് വിവരവുമുള്ള പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചില്ലറ നിക്ഷേപകരെ ഓഹരി വാങ്ങാൻ ഉപദേശിച്ചു. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത സംഭവമാണിത്. അതേസമയം പ്രധാനമന്ത്രിക്ക് എക്സിറ്റ് പോളുകൾ തെറ്റാണെന്നും വിവരമുണ്ടായിരുന്നു. വ്യക്തമായ തെളിവുകൾ നിരത്തി എൻ.ഡി.എ സർക്കാരിന്റെ അട്ടിമറി ഇഴകീറി പരിശോധിക്കുന്ന രാഹുലിന്റെ പ്രവർത്തന മികവ് രാജ്യത്ത് അസ്തമിച്ചു തുടങ്ങിയ ജനാധിപത്യ പ്രതീക്ഷകൾക്ക് പുതുശ്വാസം പകരുന്നതാണ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.